നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നാണ് ആ ദിവസം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 അൽ നസർ ദമാക്കിനെ നേരിടുന്നു. അതേസമയം അൽ ഫൈഹയ്ക്കെതിരെ അൽ ഹിലാൽ കളിക്കാൻ ഇറങ്ങുന്നു. സൗദി പ്രോ ലീഗിലെ ഫോട്ടോ ഫിനിഷാണ്. ഇന്നെങ്ങാനും അൽ നസറിന് കാലിടറിയ പിന്നെ അൽ ഹിലാൽ കിരീടം കൊണ്ടുപോകും. അതല്ല, അൽ നസർ വിജയിച്ച് കയറിയാൽ അൽ ഹിലാലുവിനൊന്നും നോക്കണ്ട. 33 കളി 81 പോയിൻ്റാണ് അൽ ഹിലാലിന്. 33 കളി 83 പോയിൻ്റാണ് അൽ നസറിന്. ഇന്ന് അൽ ഹിലാൽ ജയിച്ച അവർക്ക് 84 പോയിൻ്റാകും. അൽ നസർ ജയിച്ച അവർക്ക് 86 പോയിൻ്റാകും കിരീടം കൊണ്ടുപോകും. അതല്ല, അൽ നസർ സമനിലയിൽ കുരുങ്ങിയാലോ അപ്പോൾ 84 എന്ന രൂപത്തിലാകും. സോ ഗോൾ ഡിഫറൻസിൽ എന്തായാലും നിലവിൽ ഉള്ളത് 3 ഗോളുകളുടെ ഡിഫറൻസ് മാത്രമാണെന്ന കാര്യം ഓർക്കുക. അതൊക്കെ വേണമെങ്കിൽ അൽ ഹിലാലിന് മറികടക്കാനൊക്കെ കഴിഞ്ഞേക്കും. സോ ഒരു ഫോട്ടോ ഫിനിഷാണ്. അപ്പോൾ അൽ നസറിന് സേഫ് എന്താ? ഇന്ന് കാലിടാതിരിക്കുക. ദമാക്കിനെ പോലൊരു ടീമിനെതിരെയാണ് കളിക്കാൻ ഇറങ്ങുന്നതെന്ന കാര്യം കൂടി നോക്കണം. ദമാക്ക് ഇപ്പോൾ മോശം പെർഫോമൻസാണ്. റെലഗേഷൻ സോണിൻ്റെ തൊട്ടരികിലാണ് അവർ നിൽക്കുന്നത്. 15ാം സ്ഥാനത്താണ് ദമാക്ക് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാലിടുക എന്നുള്ളത് അചിന്തനീയമാണ് ഓർഗെ ഹീസസിനും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സംഘത്തിനും. വളരെ കൃത്യമായിട്ട് ഇന്നലെ ഓർഗെ ഹീസസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, ഈ കിരീടം നേടണം, ഇതിനെനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സഹായിക്കണമെന്ന്. നമുക്കറിയാലോ, ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി പ്രോ ലീഗിലേക്ക് എത്തിയതിന് ശേഷം ഇന്നുവരെ പ്രോ ലീഗിലൊരു കിരീടം ചൂടാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ കിരീട വരൾച്ച ഇവിടെ അവസാനിപ്പിക്കാനുള്ള സുവർണാവസരമാണ് ഇന്ന് കാലിടാതിരിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ കോച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. കൃത്യമായിട്ട് ഓർഗെ ഹീസസ് ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത്, തീർച്ചയായിട്ടും ആ കിരീടം അൽ നസറിലേക്ക് തിരികെ എത്തിക്കാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്യും. എനിക്ക് ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യണം, ക്രിസ്ത്യാനോ റൊണാൾഡോയെ സപ്പോർട്ട് ചെയ്യണം. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഐ പ്രോമിസ്ഡ് ക്രിസ്ത്യാനോ ദാറ്റ് ഐ വുഡ് ഹെൽപ്പ് ഹിം വിൻ ദി ചാമ്പ്യൻഷിപ്പ്. ഈ കിരീടം ചൂടാൻ ഞാൻ സഹായിക്കുമെന്ന് ഞാൻ ക്രിസ്ത്യാനോയോട് പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ആ കിരീടം അൽ നസറിലേക്ക് തിരികെ എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തും എന്നാണ് ഓർഗെ ഹീസസ് പറയുന്നത്. ഒരുപക്ഷെ ഓർഗെ ഹീസസ് ഈ സീസൺ കഴിഞ്ഞാൽ അൽ നസർ വിടാൻ പോവുകയാണ്. കിരീടത്തോടു കൂടി പടിയിറങ്ങാൻ അദ്ദേഹവും ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യാനോക്കാണെങ്കിലോ ഈ കിരീടം ചൂടിയിട്ട് നേരെ അങ്ങ് പോകണം നോർത്ത് അമേരിക്കയിലേക്ക്. അവിടെ ഒരു വലിയ കിരീടം കാത്തിരിപ്പുണ്ട്, അത് നേടണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോസ് അയക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.